സ്വന്തം ഭാര്യയുടെ സത്യസന്ധത തെളിയിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന സച്ചിക്ക്, രേവതിയുടെ സത്യസന്ധത തെളിയിക്കാനും രേവതിയുടെ നിഷ്കളങ്കത തെളിയിക്കാനും ഇറങ്ങിപ്പുറപ്പെടുന്ന സച്ചിക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ആ സത്യത്തിൻ്റെ അന്വേഷണത്തിലേക്കുള്ള വഴിയിലൂടെയാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് കടന്നു പോകുന്നത്. ആ ഒരു ഞെട്ടിക്കുന്ന സത്യം സച്ചി വളരെ വേദനയോട് കൂടിയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ട് ബാമാൻ്റീനെ പോയി കാണാണ് സച്ചി. ബാമയെ പോയി കണ്ടിട്ട് സച്ചി നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ ബാമേനെ വീഴ്ത്താണ്. അപ്പോൾ പറയുകയാണെങ്കിൽ രേവതി സത്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രേവതി ആത്മഹത്യ ചെയ്യും. രേവതി കള്ളിയായിട്ട് ഒരിക്കലും ജീവിച്ചിരിക്കില്ല, എൻ്റെ രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബാമാൻ്റി മോളെ പോലെയല്ലേ രേവതിയെ കണക്കാക്കിയേക്കണം. എന്നിട്ട് ബാമാൻ്റിക്ക് എങ്ങനെ പറയാൻ തോന്നി രേവതിയാണ് ഈ പൈസ മോഷ്ടിച്ചതെന്ന് പറയുമ്പോൾ ബാമ പറയണ, സച്ചി മോനെ, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. രേവതിനെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല, അവൾ അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ചന്ദ്രയാണ് അത് പറഞ്ഞത് എന്നിട്ട് ബാമയുടെ നിരപരാധിത്വം തുറന്നു പറയാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞില്ലെങ്കിൽ ബാമാൻ്റി ഉറപ്പായിട്ടും രേവതി ആത്മഹത്യ ചെയ്യും. നമുക്കിത് എന്തായാലും പോലീസിലൊരു പരാതി കൊടുക്കാന്നൊക്കെ പറയാണ്. ബാമാൻ്റി വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പരാതി കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ബാമ പറയാണ്, അതിന് ഞാനെന്തിന് വരണം, എൻ്റെ പൈസയല്ലല്ലോ മോഷണം പോയേക്കണമെന്ന് പറയണം. അപ്പോൾ സച്ചി ഞെട്ടണേ, ബാമാൻ്റിയുടെ പൈസയല്ലേ, പിന്നെ ആരുടെ പൈസ മോഷണം പോയേക്കണമെന്ന് ചോദിക്കുമ്പോൾ സച്ചിയോട് ബാമയ്ക്ക് ആ സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയേണ്ടി വരികയാണ്. അപ്പം ബാമ പറയാണ്, സച്ചി എൻ്റെ പൈസയെല്ലാം മോഷണം പോയിക്കുന്നത് നിൻ്റെ അമ്മയുടെ പൈസ തന്നെയാണ് മോഷണം പോയിക്കുന്നത്, ചന്ദ്രമതിയുടെ അമ്മയുടെ പൈസ, ഈ 2 ലക്ഷം രൂപയ്ക്ക് അമ്മയ്ക്ക് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സത്യത്തിലേക്കായിട്ട് ബാമ വിരൽ ചൂണ്ടാണ്. കാരണം വക്കീൽ ബാമയുടെ വീട്ടിൽ വന്നതും ചന്ദ്രമതിയെ കണ്ടതും വക്കീൽ കേസ് പിൻവലിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ വേണമെന്ന് ചന്ദ്രമതി ചോദിച്ചതും വക്കീൽ ആ പൈസ കൊടുത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാമയുടെ വായിൽ നിന്നും കേട്ട സച്ചി ആകെ ഷോക്കായിട്ട് പോവാണ്. ഓഹോ, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ, നിങ്ങളും കൂടി ഇതിന് കൂട്ടി നിന്നിട്ടുണ്ടല്ലേ. ബാമാൻ്റി ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ മോനെ, എനിക്ക് നിവർത്തിയില്ലാതെയായി പോയി എന്നൊക്കെ പറയാണ്. എന്നിട്ട് എൻ്റെ രേവതിയെ കുറ്റപ്പെടുത്തിയല്ലേ, പൈസ കാണാതെ ആയേന്, ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ക്ഷുഭിതനായിട്ടാണ് സച്ചി ബാമയുടെ അടുത്തുനിന്ന് എഴുന്നേൽക്കുന്നത്. അത് കാണുമ്പോൾ ബാമ പറയും, മോനെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബാമാൻ്റി പറയുമ്പോൾ, മോനെ സച്ചി ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ സച്ചി പറയണ, എനിക്കറിയാം എന്താ പറയാൻ വരുന്നതെന്ന്, 30 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരിയാണ് ചന്ദ്ര, ഞാനിത് പറഞ്ഞു എന്ന് അവൾ ഒരിക്കലും അറിയരുതെന്നല്ലേ. ഓക്കെ ആൻറ്റി, ഞാനൊന്നും അറിയിക്കില്ല എന്ന് പറഞ്ഞിട്ട് വളരെയധികം വിഷമത്തോടും അതിലേറെ ഷോക്കോടും കൂടിയിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വീട്ടിലെത്തുന്ന സച്ചി എല്ലാവരെയും വിളിക്കുകയാണ്. അച്ഛ എവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുന്നു, ശ്രീകാന്തിനെ, വർഷേനെ, സുധീനെ, ശ്രുതിനെ എല്ലാവരെയും വിളിക്കുക, രേവതിനെ വിളിക്കുന്നു. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും എന്താണ് ചോദിക്കുമ്പോൾ അച്ഛൻ അമ്മയെ വിളിക്കുക പറയും. അപ്പോൾ അമ്മേനെ വിളിക്കും. എന്താ ചെയ്യേട്ടാ, എന്തിനാ വിളിച്ചു നോക്കുമ്പോൾ ആവോ സച്ചിക്ക് എന്തോ പറയാനുണ്ട് എത്രയെന്ന് പറയാണ്. അത് പറഞ്ഞിട്ട് അവിടെ എല്ലാവരും ഹാളിൽ വന്നപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയായിട്ട് ചോദിക്കുമ്പോൾ, എടാ നിന്നോട് മാത്രമല്ല എല്ലാവരോടും കൂടി പറയാനുള്ളത് പറഞ്ഞാൽ എല്ലാവരും കൂടി വന്ന സമയത്ത് സച്ചിയെ ഞെട്ടിക്കുന്ന വാർത്ത എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്താണ്. അതെ, നിങ്ങൾക്കറിയണോ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പൈസ കൊടുത്തിട്ട് ഈ പൈസ തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ കേസ് പിൻവലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി ഞെട്ടാണ്. ചന്ദ്രമതി പറയാണ്, മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇവൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ വന്നേക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയും, അയ്യേ അത് ചെറ്റത്തരല്ലേ കാണിക്കണേ, നമ്മൾ കേസ് പൈസ മേടിച്ചിട്ട് കേസ് പിൻവലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തറയായിട്ടുള്ള പരിപാടിയാന്ന് പറയുമ്പോൾ സച്ചി പറയും, അങ്ങനെ ചെയ്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട്, ആ ആളുടെ പൈസയാണ് കാണാതെ പോയിക്കണം പറയുമ്പോൾ ആര് ചോദിക്കുമ്പോൾ ദേ ഈ അമ്മ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വിരലുകൾ ചന്ദ്രമതിക്ക് നേരെ, ചന്ദ്രമതിയുടെ നേരെ ചൂണ്ടാണ്. ആ ചൂണ്ടുമ്പോൾ ചന്ദ്രമതി ആകെ ഇല്ലാണ്ട് ഒരുക്കി പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. സച്ചി പറയണ, അമ്മ വക്കീലിൻ്റെ അടുത്ത് തന്നെ, ഞങ്ങൾ വക്കീലിന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് ശരത്തിനെ രക്ഷപ്പെടുത്താൻ. വക്കീൽ നേരെ അമ്മയെ പോയി കണ്ടിട്ട് അമ്മ 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് അച്ഛ ഈ കേസ് പിൻവലിച്ചേക്കണത്. അപ്പം ഇത്രയും വൃത്തികെട്ടൊരു കളിയാണ് അമ്മ ഇതിൽ കളിച്ചേക്കുന്നത്, അല്ലാണ്ട് വേറൊന്നല്ല. അപ്പം രവീന്ദ്രൻ, ചന്ദ്രൻ നീ എന്താ പറഞ്ഞത്, ഞാൻ വന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് നീ ഈ കേസ് പിൻവലിക്കണമെന്ന് മനസ്സിൽ തോന്നി, എന്നിട്ട് പിൻവലിച്ചെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് ഉരുളാണ്. അത് പിന്നെ ഇപ്പം ഞാൻ മേടിച്ചതിന് ഇപ്പം എന്താ തെറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നാണുണ്ടോടി നിനക്ക്, നീ എന്നാടി ഒന്ന് നന്നാവുക, നീ ഒരു അമ്മയാണോടി, ഒരു കുട്ടിയുടെ ഭാവി നശിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടുകാർ മുഴുവൻ നിൻ്റെ കാക്കിൽ വന്ന് കെഞ്ചി പറഞ്ഞിട്ടും സമ്മതിക്കാതെ നീ ലാസ്റ്റ് പൈസ മേടിച്ചിട്ട്, അതും സച്ചി രേവതി ഉണ്ടാക്കി കൊടുത്ത നിൻ്റെ മക്കളുടെ പൈസ തന്നെ മേടിച്ചിട്ട് നീ ആ കേസ് പിൻവലിച്ചല്ലേ, നീ എന്തുമാത്രം വൃത്തികെട്ട സ്വഭാവ ചന്ദ്രയെ കളിക്കുന്നത്. അപ്പം
വർഷ അത് കേൾക്കുമ്പോൾ പറയും, നാണുണ്ട് ആൻറ്റി, ഈ എന്തിനാ ആൻറ്റി ഈ തറ പരിപാടിക്ക് നിന്ന്, ഇത് ഒരുമാതിരി ചീപ്പ് പരിപാടി പോയി ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയും, എന്താടി അതെ അമ്മ എന്തിനാ വർഷയെ കുറ്റം പറയണം, അവൾ പറയുന്നത് കറക്റ്റ് അല്ല, ഒരിക്കലും ഇങ്ങനെ ഒരു വൃത്തികെട്ട കളി അമ്മ കളിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചന്ദ്രമതിനെ കുറ്റപ്പെടുത്താണ്. ചന്ദ്രമതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ശ്രുതി പറയും, ആൻറ്റി, ശ്രുതിയും ചന്ദ്രമതിക്കൊപ്പം നിന്നിട്ട് പറയണം, ആൻറ്റി ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ശരത്തിൻ്റെ എതിരെയുള്ള കേസ് ആൻറ്റി പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഭാവി എന്താവുമായിരുന്നു, അവനിപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നില്ലേ, ആൻറ്റി വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് ശ്രുതിയും കൂടി പറയുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയും, ഞാൻ ചെയ്തതല്ല എന്താ തെറ്റ്, ഞാൻ പൈസ മേടിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം, ഞാൻ പരാതി പിൻവലിച്ചുകൊണ്ടല്ലേ അവന് യാതൊരുവിധ കേസും ഇല്ലാതെ നിന്നത്, അതുകൊണ്ടല്ലേ അവൻ ജയിലിൽ കിടക്കാതെ കഴിഞ്ഞത്, അവൻ്റെ ഭാവി ഞാൻ സംരക്ഷിക്കുകയല്ലേ ചെയ്തത്, അതിനിപ്പോൾ ഞാൻ 2 ലക്ഷം രൂപ മേടിച്ചാൽ എന്താണെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ഇതൊക്കെ കൂളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ചന്ദ്രമതി ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തൊക്കെ രവീന്ദ്രൻ്റെ വെറുപ്പ് വരെയാണ് ചന്ദ്രമതിയുടെ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി, ഇനി എനിക്കിതിലൊരൊറ്റ കാര്യം പറയാനുള്ളൂ, നീയില്ലേ നീ ഈ പൈസ സച്ചിക്കും രേവതിക്കും തിരിച്ചു കൊടുക്കണം. ഞാൻ എന്തിനു തിരിച്ചു കൊടുക്കണം, ഈ 5 ലക്ഷം രൂപ ഇവർക്ക് ചിലവാവാൻ കാരണം നീ ഒറ്റ, അതുകൊണ്ട് ഈ 5 ലക്ഷം രൂപ നീ അവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ ചന്ദ്രൻ, ഇതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നിന്നോടെന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയണം, ഞാൻ എന്തിനാ അവർക്ക് പൈസ തിരിച്ചു കൊടുക്കണേ, എന്താ അതിൻ്റെ ആവശ്യം, ഞാൻ 2 ലക്ഷം രൂപയല്ലേ മേടിച്ചുള്ളൂ, നീ 2 ലക്ഷം രൂപയല്ല, നീ എത്ര ലക്ഷം രൂപ മേടിച്ചാലും ഈ 5 ലക്ഷം രൂപ ഇവർക്ക് ചിലവാവാൻ കാരണം നീയാണ്, അതുകൊണ്ട് ആ 5 ലക്ഷം രൂപ തന്നെ നീ ഇവർക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ് രവീന്ദ്രൻ. പറയുമ്പോൾ വർഷം പറയും, അതെ ആൻറ്റി അത് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇപ്പം ഇതിന് മുഴുവൻ കാരണക്കാരിയായത് രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ടല്ലേ ആൻറ്റി രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്തിയത്, രേവതി ചേച്ചിക്ക് ഏറ്റ അപമാനത്തിന് ഇനി എന്തെങ്കിലും കയ്യും കണക്കുണ്ടോ, ആൻറ്റി രേവതി ചേച്ചിയോട് മാപ്പ് പറയണം, ഇതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി, ഞാനോ അതെ എന്താ കുഴപ്പം, അപ്പോൾ വർഷയോട് ശ്രീകാന്ത് പറയണം, വർഷയെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ മിണ്ടൊന്നുമില്ല, പിണക്കൊക്കെയാണ് ഓക്കെ, പക്ഷെ ന്യായത്തിൻ്റെ ഭാഗത്തെ ശ്രീകാന്ത് ഞാൻ നിൽക്കൂ, ഇതിൽ എന്തായാലും രേവതി ചേച്ചിയോട് ആൻറ്റി മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ രേവതി പറയണം, എന്നോട് ആരും മാപ്പൊന്നും പറയണ്ട, നിന്നോടല്ലെങ്കിൽ അപ്പം ഞാൻ മാപ്പ് പറയാം, എന്നോട് മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയാണ് രേവതി. അപ്പോൾ ശരിക്കും ചന്ദ്രമതി എല്ലാവരുടെയും മുമ്പിൽ ഒരു തീരെ തരം താണൊരു കഥാപാത്രമായിട്ട് മാറുകയാണ്. അങ്ങനെ രേവതിയോട് മാപ്പ് പറയണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ഈ ഡിമാൻഡ് വെക്കുന്നുണ്ട്, 5 ലക്ഷം രൂപ ചന്ദ്രമതി തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ള ഡിമാൻഡ് രവീന്ദ്രൻ വെക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, ശരി ഞാൻ തിരിച്ചു കൊടുത്തോളാം, അതിൻ്റെ പേരിൽ എനിക്കിവിടെ നാണം കെടാൻ വയ്യ, ഇവരുടെ പൈസ ഇപ്പം ഞാൻ കാരണം ചിലവഴിക്കണമെന്ന് വെച്ചാൽ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം, നീ ഈ പൈസ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ അന്തസ്സായിട്ട് ഈ കടം വീട്ടും, എന്തായാലും റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ്മെൻ്റായിട്ട് ആസ്വദിക്കാനും എല്ലാവരും വീട്ടിലിരിക്കുക, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ, സച്ചി രേവതി ഇവളീ പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാൻ പൈസ, ഞാൻ എന്തായാലും ജോലിക്ക് പോകാൻ തയ്യാറാണ് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ സച്ചി പറയണം, അതൊന്നും വേണ്ടച്ചാ, സത്യങ്ങൾ തെളിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അതൊന്നും വേണ്ട, ഞാൻ തിരിച്ചു കൊടുത്തോളാം ഈ പൈസ എന്ന് പറയാണ്. അങ്ങനെ രവീന്ദ്രൻ്റെ ആ നെഞ്ചിലൊരു വലിയ കനൽപ്പോട് വന്ന് വീഴുന്നുണ്ട് ഈ ഒരു വാർത്ത കേൾക്കണോട് കൂടിയിട്ട്. അങ്ങനെ ആ ചർച്ച അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. പിന്നീട് ശ്രുതിയുടെ റൂമിൽ ഇന്ന് ശ്രുതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രുതി അവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചന്ദ്രമതി അങ്ങോട്ട് വരുമ്പോൾ ശ്രുതി പറയാണ്, വാ അമ്മേ കയറി ഇരിക്കുക പറഞ്ഞ് ചന്ദ്രമതിനെ അകത്തേക്ക് വിളിക്കുകയാണ്. ചന്ദ്രമതിനെ അകത്തേക്ക് വിളിക്കുമ്പോൾ ചന്ദ്രമതി പറയും, നാണം കെട്ടുവാകെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവർക്ക് 5 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാം, ശ്രുതി എനിക്ക് വേറെ വഴിയൊന്നുമില്ല, എന്നെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ പറയണം. ഞങ്ങളെങ്ങനെ സഹായിക്കാനാന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു 5 ലക്ഷം രൂപ നിങ്ങൾ ഉണ്ടാക്കി തന്നേ പറ്റൂ പറയാണ്. എൻ്റെ എവിടെ നിന്ന് അമ്മ ഇത്രയും കാശ്, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചിട്ട് ശ്രുതി കൈമലർത്തണം. അപ്പോൾ ശ്രുതി പറഞ്ഞാൽ, ശ്രുതി നീ ഒരു കാര്യം ചെയ്യേ, നമുക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിക്കാന്ന് പറയുമ്പോൾ, അതെങ്ങനെ എൻ്റെ അച്ഛൻ ജയിലിലല്ലേ, ശരിയാണ് ഇനിയിപ്പോൾ ചെറിയച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ പറ്റുമോ, ചെറിയച്ഛൻ ഇവിടെ ഇല്ല ആൻറ്റി എന്ന് പറയുമ്പോൾ പറയാണ്, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മലേഷ്യക്ക് ഒന്ന് പോകും, അച്ഛനെ കാണും ചെയ്യാം, വിവരങ്ങൾ അറിയുകയും ചെയ്യാം, പൈസ മേടിക്കും ചെയ്യാലോ, ശ്രുതി നീ ഒരു കാര്യം ചെയ്യാം, മലേഷ്യക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോണേ. ശ്രുതി പറയണം, അങ്ങനെ മലേഷ്യക്ക് പോയാലും അച്ഛനെ കാണാനൊന്നും പറ്റില്ല ആൻറ്റി, അവിടെ പോയാലും ഫോർമാലിറ്റീസ് ഉണ്ട്, ചിലപ്പോൾ അച്ഛനെ പേപ്പറുകളൊക്കെ ശരി അച്ഛനെ കാണുമ്പോഴേക്ക് 2-3 മാസമാവും എന്ന് പറയുമ്പോൾ, ആവോ ചോദിക്കുമ്പോൾ, എനിക്ക് തന്നെ അറിയില്ല പറയണ ശ്രുതി. അപ്പോൾ ശ്രുതി, എന്താ ശ്രുതി പറഞ്ഞേ, എനിക്ക് തന്നെ അറിയില്ല, എത്ര കാലമാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല, ചിലപ്പോൾ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിചാരിച്ചിട്ട് മലേഷ്യയിലത്തെ പോലീസ് നമ്മളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനും മതി എന്ന് പറയാണ്. അപ്പം ചന്ദ്രമതി ശ്രുതി പറയണം, അയ്യോ ജയിലിലോ, അപ്പോൾ ശ്രുതി പറയണേ, വേണ്ടമ്മേ നമുക്ക് പോകണ്ട, ജയിലൊന്നും വേണ്ടമ്മേ, നമുക്കിവിടെ നിന്നാൽ മതി അമ്മേ പറയുമ്പോൾ, എന്നാൽ പൈസ കാട്ടേണ്ട ഒരു 5 ലക്ഷം രൂപ എനിക്ക് സഹായിക്കും പറയുമ്പോൾ ശ്രുതി പറയണേ, എൻ്റെ ഇല്ല പറയുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും എന്തായാലും ഇത് കറങ്ങി തിരിഞ്ഞിട്ട് മലേഷ്യയിലേക്ക് എത്തുമെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, എന്ത് വന്നാലും ശരി മലേഷ്യയിൽ പോയേ പറ്റൂ, ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അല്ലാതെ പൈസയ്ക്ക് ഞാൻ വേറെ ഒരു നിവർത്തിയും
കാണുന്നില്ല എന്ന് പറയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യും, മലേഷ്യ പോയേ പറ്റൂ പറയുമ്പോൾ ഗതി കേട്ടപ്പോൾ ശ്രുതി പറയാണ്, ആൻറ്റി ഇനിയിപ്പോൾ മലേഷ്യക്കൊന്നും പോണ്ട, ആൻറ്റിക്ക് 5 ലക്ഷം രൂപയല്ലേ, അത് ഞാൻ തരാം എന്ന് പറയാണ്. തരുമോ? അത് മതി, നിങ്ങൾ തന്നാൽ മതി. നമ്മൾ ശ്രുതി ചോദിക്കും, എവിടുന്ന ശ്രുതി 5 ലക്ഷം രൂപ നീ എടുത്തു കൊടുക്കാൻ പോണേ? പിന്നെ എന്തായാലും ആരെങ്കിലും കൊടുത്തല്ലേ പറ്റൂ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയല്ലേ പറ്റൂ, ഞങ്ങൾ തരാം ആൻറ്റി, 5 ലക്ഷം രൂപയിൽ അത് തരാം. 5 ലക്ഷം രൂപ വേണ്ടല്ലോ, 3 ലക്ഷം രൂപ പോരെ, ബാക്കി 2 ലക്ഷം രൂപ മോഷണം പോയതല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രുതി. ശരി, എന്നാൽ നിങ്ങൾ എനിക്ക് 3 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി 2 ലക്ഷം രൂപ എന്തായാലും പോലീസിൽ പരാതിപ്പെടാലോ. ആരെടുത്തേക്കെന്ന് വെച്ചാൽ പോലീസ് കണ്ടുപിടിക്കട്ടെ, അപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടില്ല എന്ന് പറയുമ്പോൾ അതും വീണ്ടും ആ ബൂമറാങ്ങും കറങ്ങി തിരിഞ്ഞ് ശ്രുതിയുടെ തലയിലേക്കാണ് വരുന്നത്. അങ്ങനെ ശ്രുതി ഏറ്റു ആ ഒരു വലിയ ഭാരം എടുത്ത് തലയിൽ വെച്ച് 3 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. ഇപ്പം എന്താ ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ ശ്രുതി കുഴിച്ച കുഴിയിൽ ശ്രുതി തന്നെ വീണേക്കണ അവസ്ഥയാണ്. അപ്പോൾ ചന്ദ്രമതി അങ്ങനെ സമാധാനത്തോടെ അവിടുന്ന് പോയ സമയത്ത് ശ്രുതി ചോദിക്കാണ്, ശ്രുതി നീ എവിടുന്ന ഈ പൈസ ഒക്കെ എടുത്തു കൊടുക്കാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല, ഞാൻ ശ്രുതി തരുന്ന വിചാരിച്ചാൽ ഞാനോ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലേ, ശ്രുതിയുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ, എന്നാലും ശ്രുതി തരില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അന്ന് തന്നെ ഫംഗ്ഷൻ നടത്താൻ ഒരുപാട് പൈസ ചിലവായി, അതിൻ്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വരണേ ഉള്ളൂ, അപ്പം നിൻ്റെ ശ്രുതിയുടെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ശ്രുതി പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, ഈ താലിമാല വിൽക്കാന്ന് പറയണം. താലിമാല വിൽക്കുക? അതെ, താലിമാല ഇനി ശ്രുതി പൈസ ആകുമ്പോൾ എനിക്ക് എടുത്തു തന്നാൽ മതിയല്ലോ, തൽക്കാലം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, നമ്മുടെ വീട്ടിൽ സമാധാനം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി മെല്ലെ അഭിനയിച്ചിട്ട് പറയാണ്, താലിമാല വിൽക്കാനോ, അതൊന്നും വേണ്ട ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ശ്രുതി സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ അവർ താലിമാല വിറ്റു. ശ്രുതി മീരയും കൂടിയിട്ട് സംസാരിച്ചോടിക്കുമ്പോൾ മീര പറയണ ശ്രുതിയോടെ, എന്തായാലും ബൂമറാങ് കറങ്ങി തിരിഞ്ഞ് നിൻ്റെ തലയിൽ തന്നെ ശ്രുതി, നീ എന്തൊക്കെ പയറ്റി അവരെയാണ് ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എന്തായി ലാസ്റ്റ് നിൻ്റെ തലയിലേക്കെന്ന് വന്നില്ല, ശരിയാ, എന്ത് ചെയ്താലും അതിപ്പോൾ എൻ്റെ തലയിലേക്ക് തന്നെ തിരിച്ചു വരണത്, എനിക്ക് കഷ്ടകാലമെന്നാണ് തോന്നണത്, പിന്നല്ലാതെ നീ ഇപ്പം എന്തൊക്കെ ചെയ്തു, ശരത്തിനെ ജയിലിൽ അടയ്ക്കാൻ നോക്കി, സച്ചിനെ രേവതിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കി, അതിന് വേണ്ടിയിട്ട് ഈ കണ്ട കളിയൊക്കെ കളിച്ചിട്ട് നീ 2 ലക്ഷം രൂപ കട്ടെടുത്തു, ഇപ്പം എന്തായി 2 ലക്ഷത്തിന് പകരം നീ 5 ലക്ഷം രൂപ കൊടുക്കേണ്ട അവസ്ഥയായില്ലേ? എടി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പറയണ ശ്രുതി മീരയോട്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ, എന്താ ചെയ്യുക, യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗോൾഡ് കവറിങ് ആഭരണം ഉണ്ടായിരുന്നു താലിമാലയുടെ പോലത്തെ, അങ്ങനെ നോക്കിയിരിക്കുകയാണ് ശ്രുതി. അപ്പം മീര പറയാണ്, ഇത് കണ്ട സ്വർണ്ണമല്ല എന്ന് ആരും പറയില്ല, എന്തായാലും ശ്രുതി മേടിച്ചു തരുമല്ലോ, സാരമില്ല എന്നൊക്കെ പറയണം. അല്ല ശ്രുതി, ഇനിയിപ്പോൾ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കണേ? ഈ 5 ലക്ഷം രൂപ നേരെ ആൻറ്റിക്ക് കൊണ്ടേ കൊടുത്താലും ആൻറ്റി ആ 2 ലക്ഷം രൂപ പോയതിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും, ആൻറ്റി കൊടുത്തില്ലെങ്കിലും ബാമാൻറ്റിയെ കൊണ്ട് ചിലപ്പോൾ സച്ചി കൊടുപ്പിക്കുക, അല്ലെങ്കിൽ സച്ചി കൊണ്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം, ശരിയാണ്, ആ പ്രശ്നം തീർക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞ് നിൻ്റെ തലയിലേക്ക് തന്നെ വരാൻ പോണ ശ്രുതി, അപ്പം 5 ലക്ഷം രൂപയും പോവും, വീണ്ടും നീ കല്യാവും എന്ന് പറയാണ് മീര. അപ്പോൾ ശ്രുതി പറയണം, ഇതിനുള്ളൊരു വഴി എനിക്ക് തെളിയുന്നുണ്ട്, ഞാൻ എന്തായാലും നേരെ ബാമാൻറ്റിയുടെ വീട്ടിൽ പോവാണ്, ആ 2 ലക്ഷം രൂപ കാണാതെ 2 ലക്ഷം രൂപ കിട്ടിയ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ, അപ്പോൾ ഞാൻ ബാമാൻറ്റിയുടെ വീട്ടിൽ പോയി എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മീരയോട് യാത്ര പറഞ്ഞിട്ട് ശ്രുതി ബാമയുടെ വീട്ടിൽ പോവാണ്. ബാമയുടെ വീട്ടിൽ പോയിട്ട് ബാമേൻ്റെ കുറച്ച് വെള്ളം തരുന്നൊക്കെ പറയുമ്പോൾ ബാമ വെള്ളം എടുത്ത് കൊടുന്നു കൊടുക്കണം. എന്താ ശ്രുതി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വല്ലാത്ത ദാഹം എന്ന് പറയാം. അപ്പോൾ പറയാണ്, ശ്രുതി അന്ന് നീ വന്നിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തുള്ളൂ, ഇന്ന് നീ മസാജ് ചെയ്യാൻ വന്നതാണോ? എനിക്ക് ചോദിക്കുമ്പോൾ അല്ല ആൻറ്റി, ഞാൻ വെറുതെ ഇവിടേക്കായിട്ട് വന്നത് തന്നെയാണ്, വെറുതെ വന്നതാണ്, മസാജ് ചെയ്യാൻ വന്നതല്ല പറയും. ഇപ്പം എൻ്റെ തല മസാജ് ചെയ്യേണ്ട അവസ്ഥയായിട്ട് ഇരിക്കണമെന്ന് പറയും. അപ്പോൾ എന്താ ശ്രുതി ചോദിക്കുമ്പോൾ പറയും, ബാമേൻ്റെ അറിഞ്ഞില്ലേ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ, എന്തെങ്കിലും സമാധാനം ഉണ്ട് വീട്ടിൽ? എപ്പം നോക്കിയാലും ഈ പൈസയുടെ പേരും പറഞ്ഞ് വഴക്കും തല്ലൂട്ടും മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അവിടെ ഒരു സമാധാനമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയാൽ മതി എന്നായി എനിക്ക്, അതിനൊരു സൊല്യൂഷനും കൊണ്ടാണ് ഞാൻ വന്നിരിക്കണം, അതിന് ബാമാൻറ്റി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. എന്താ ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ തികച്ചും അഭിനേത്രിയായിട്ട് വലിയൊരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ശ്രുതി കട്ടെടുത്ത പൈസ തിരിച്ചു തന്നെ കൊണ്ടുവയ്ക്കുക, ശ്രുതി എടുത്തതാണെന്ന് അറിയാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് ശ്രുതി ഒരു നാടകം കളിക്കുന്നത്. ശ്രുതി പറയാണ്, ബാമാൻറ്റി ഇവിടുന്ന് 2 ലക്ഷം രൂപ കാണാതെ ഇത് മുതലല്ലേ പ്രശ്നം, എനിക്ക് എൻ്റെ വീടിൻ്റെ സമാധാനം വലുത്, അതുകൊണ്ട് ഞാൻ എൻ്റെ താലിമാല വിറ്റു. താലിമാല വിറ്റിട്ട് നീ എന്ത് ചെയ്തു? താലിമാല വിറ്റിട്ട് ഞാൻ സച്ചിക്ക് രേവതിക്കും ആൻറ്റി കൊടുക്കാനുള്ള 5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു കാര്യം ചെയ്യുക, അതിൽ ഇവിടുത്തെ കാണാതെ 2 ലക്ഷം രൂപ ഞാൻ ബാമാൻറ്റിയുടെ കയ്യിൽ തരാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ ബാമാൻറ്റി ആൻറ്റിയെ വിളിച്ചിട്ട് പറയണം പൈസ കിട്ടി, ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, എവിടെ ഇരുന്നായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ബാമാൻറ്റി ഒന്ന് ആൻറ്റിയോട് പറയണം. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആക്കണം. അപ്പോൾ പിന്നെ വീട്ടിൽ രേവതിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും, ഇല്ലെങ്കിൽ രേവതി ആത്മഹത്യ ചെയ്യും, എന്തിനാ വെറുതെ ആ പാവത്തിന് പഴി കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്, വലിയൊരു അഭിനയമാണ് കാഴ്ചവെക്കുന്ന ശ്രുതി. അപ്പോൾ ബാമ പറയും, അതിപ്പോൾ ഞാനെങ്ങനെ പറയും, ബാമാൻറ്റി നോക്കിയത് ശരിയായില്ല, വേറെ ഡ്രോയിൽ ഇരുന്നായിരുന്നു എന്ന് എന്തെങ്കിലും നുണ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ ബാമ പറയും, മോളെ
നിന്നെപ്പോലെ ഇത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടീനെ മരുമോളായിട്ട് കിട്ടിയത് ചന്ദ്രയുടെ ഭാഗ്യം. എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുക. ഒരു കുടുംബത്തിൻ്റെ സന്തോഷം കാക്കാൻ വേണ്ടി സ്വന്തം താലിമാല പോലും വിറ്റ് നീ ഇത്രയും നല്ലൊരു മനസ്സിനുടമയാന്ന് മനസ്സിലായില്ലല്ലോ മോളെ. നീ ഇത്രയും നല്ലൊരു മോളാന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ശ്രുതിയെ വാനോളം പുകഴ്ത്താണ്. എന്നിട്ട് ശ്രുതി പറയും, ഭാമാൻ്റെ ഇന്ന് 2 ലക്ഷം രൂപയുണ്ട്, ഇത് ഭാമാൻ്റെ കൊണ്ടുവയ്ക്കും, ഞാൻ പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭാമാൻ്റെ വിളിച്ചു പറഞ്ഞാൽ മതി ആൻറ്റീനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയുടെ നാടകീയമായ അഭിനയം അവിടെ കാഴ്ചവെച്ചിട്ട് ആ 2 ലക്ഷം രൂപ ഭാമയെ തിരിച്ചേൽപ്പിച്ച് അവിടുന്ന് പോരുകയാണ്. അവിടുന്ന് പോന്നിട്ട് ശ്രുതി അപ്പം എന്തായി, ശ്രുതി എടുത്ത പൈസ തിരിച്ചു തന്നെ കൊടുക്കേണ്ട അവസ്ഥയിലായി ശ്രുതി എത്തപ്പെട്ടു. അങ്ങനെ ശ്രുതി ചന്ദ്രോദയത്തിലെത്തി. ശ്രുതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട റൂമിലിരുന്നിട്ട് ശ്രുതി വന്നിട്ട് പറയാണ്, 3 ലക്ഷം രൂപ എടുത്ത് ശ്രുതിനെ ഏൽപ്പിക്കണമെന്ന് അത് ആൻറ്റിക്ക് കൊണ്ടേ കൊടുക്കുക. പറയുമ്പോൾ ഇത് എവിടുന്നാ ശ്രുതി ഇത്രയും പൈസ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ താലിമാല വിറ്റു പറയുമ്പോൾ ശ്രുതി പറയും, ശ്രുതി താലിമാല വിറ്റോ, ഞാൻ പറഞ്ഞല്ലേ നിന്നോടത് വിൽക്കണ്ടാന്ന്, പിന്നെ ഞാൻ എന്ത് ചെയ്യും ആൻറ്റിക്ക് പൈസ കൊടുക്കാൻ, ആൻറ്റിക്ക് പൈസ കൊടുക്കാതിരിക്കുക ഒരു പാകൂലില്ല, 3 ലക്ഷം രൂപയല്ലേ, അത് ആൻറ്റിക്ക് കൊടുത്തല്ലേ പറ്റൂ, ശ്രുതി പൈസ കൊണ്ടായിട്ട് ആൻറ്റിക്ക് കൊടുക്കുമെന്ന് പറയണം. ശ്രുതി എന്നാലും ഇത് വേണ്ടായിരുന്നു പറഞ്ഞാൽ, ശ്രുതി പറഞ്ഞത് കേൾക്കണുണ്ടോ ശ്രുതി ചോദിച്ചിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ഒരു കാര്യം ചെയ്യാം ശ്രുതി, നമുക്ക് ഈ പൈസ ബിസിനസ്സിലേക്ക് ഇറക്കാം, അമ്മയ്ക്ക് പൈസയൊന്നും കൊടുക്കണ്ട, അമ്മയ്ക്ക് പൈസ കൊടുക്കാമെന്ന് നിന്നോട് ആരെ ഏൽക്കാൻ പറഞ്ഞേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി കിടന്ന് ചൂടാവാണ് ശ്രുതിയോട് ഞാൻ പറഞ്ഞ ശ്രുതിക്ക് അനുസരിക്കാൻ പറ്റുമല്ലോ ചോദിക്കുമ്പോൾ ശരി ഞാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറയാണ് ശ്രുതി. അങ്ങനെ ശ്രുതി പൈസയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവാണ്. പക്ഷേ ശ്രുതിക്ക് ഭയങ്കര വിഷമമുണ്ട്, ശ്രുതി ആ താലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പൈസ ആകുമ്പോൾ ശ്രുതി എനിക്കൊരു താലിമാല മേടിച്ചു തന്നാൽ മതി, അത് ശ്രുതിയെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയും, എന്നാലും ഒരു വിഷമം എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതിയുടെ ഒരു പ്ലാൻ അങ്ങനെ വിജയിച്ച മട്ടാണ്. അങ്ങനെ 3 ലക്ഷം രൂപ ശ്രുതിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഏകദേശം 5 ലക്ഷം രൂപ ശ്രുതിയുടെ കയ്യിൽ നിന്ന് തന്നെ പോയി കേട്ടോ. ഈ സമയത്ത് രേവതി സച്ചിയും കൂടിയിട്ട് വണ്ടി കഴുകണം. രേവതിയുടെ സ്കൂട്ടി കഴുകണം, സച്ചിയുടെ വണ്ടി കഴുകണു. പെട്ടെന്ന് അറിയാതെ രേവതിയുടെ അടുത്ത് നിന്ന് വെള്ളം സച്ചിയുടെ മേത്തമ്മ, സച്ചി എന്താ കാണിക്കുന്നത്, സോറി സച്ചേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് ചോക്കിൻ്റെ, സച്ചി നിനക്കൊന്നും ഓട്ടോ ഒന്നും ഇല്ല ചോദിക്കുമ്പോൾ ആ ഓട്ടം ഉണ്ടാച്ചാന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ചന്ദ്രമതി അത് കേട്ടിരിക്കുന്നത്. ചന്ദ്രമതി പറയണേ, ഇവൻ ഓട്ടം 365 ദിവസം ഓട്ടം പോയിട്ട് എന്താ കാര്യം, ഇവൻ 365 ദിവസം കൊണ്ട് സമ്പാദിക്കേണ്ട എൻ്റെ ശ്രുതി ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണേ, ഞങ്ങൾക്ക് അത്ര സമ്പാദിച്ചാൽ മതി അമ്മേ, ഞങ്ങൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഓ പറഞ്ഞിട്ട് ചന്ദ്രമതി ചിറി കൂട്ടിയിട്ട് പുച്ഛിക്കുകയാണ് രേവതിനെ. ഈ സമയത്താണ് ശ്രുതി പെട്ടെന്ന് വരുന്നത്. ശ്രുതി പെട്ടെന്ന് വന്നിട്ട് പറയും, ഇപ്പം ഇവൻ എന്ത് സമ്പാദിച്ചിട്ട് എന്താ കാര്യം, ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ട്, ഇവന് എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടിയിട്ട് എന്താ കാര്യം, ഇവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ട് ഈ വീട്ടിൽ, ഇവൻ അച്ഛൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടോ 50 ലക്ഷം രൂപ. അപ്പം പെട്ടെന്ന് ശ്രുതി അതിൽ കൂടെ കടന്നു വന്നിട്ട് പറയണേ, എടാ അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ അന്വേഷിക്കണം, അച്ഛൻ്റെ 50 ലക്ഷം രൂപയ്ക്ക് 50,000 രൂപ വെച്ചിട്ട് മാസം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 50,000 രൂപ വെച്ചിട്ട് നീ കൊടുക്കുന്നുണ്ടോ, ഞാൻ കൊടുത്തോളാം എന്ന് പറയണം. ഉവ്വ കൊടുക്കും, നീ എന്നെ വല്ലാണ്ട് കളിയാക്കണ്ട അമ്മേ, എന്നാ ഈ 3 ലക്ഷം രൂപ പിടിക്കേ പറയാണ്. 3 ലക്ഷം രൂപയോ കിട്ടിയോ ഇത്ര വേഗം പൈസ ചോദിക്കുന്ന ചന്ദ്രമതി. അപ്പം ഇത് എവിടുന്നാടാ നിനക്ക് 3 ലക്ഷം രൂപ, അത് എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, എന്നാ സച്ചിക്ക് രേവതിക്കും കൊടുക്കാനുള്ള 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ ഇതിലുണ്ട്, അമ്മ അവർക്ക് തന്നെ കൊടുക്കുക, അമ്മ എന്നെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ പൈസ ചന്ദ്രമതിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം ചന്ദ്രമതി പറയാ, കിട്ടിയില്ലോ, ഇനി എനിക്ക് സമാധാനമാവില്ല, ഇനി ഇവരുടെ പൈസ ഞാൻ എടുത്തു എന്നുള്ള പഴി കേൾക്കില്ലല്ലോ, എടാ ശ്രുതി നീ തന്നെ അത് സച്ചിനെ ഏൽപ്പിച്ചോ എന്ന് പറയണം. അപ്പം സച്ചി പറയും, ഇതിപ്പോൾ 5 ലക്ഷം രൂപ ആയില്ലല്ലോ, 3 ലക്ഷം രൂപയല്ലേ ആയില്ലോ. അപ്പോൾ രവീന്ദ്രനും പറയാം, അത് മുഴുവനായില്ലല്ലോ, 3 ലക്ഷം രൂപയല്ലേ ആയില്ലോ എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വർഷ പറയും, ഓ ഈ പൈസയാണോ മറ്റേ രേവതി ചേച്ചിക്ക് കൊടുക്കാനാണോ എന്നൊക്കെ ചോദിക്കണ സമയത്ത് അതെ ബാക്കി 2 ലക്ഷം രൂപയല്ലേ അത് ഞാൻ തരാം എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. പെട്ടെന്ന് ആ സമയത്ത് ചന്ദ്രമതിയുടെ ഫോൺ അടിക്കുമ്പോൾ നോക്കുമ്പോൾ വേറെ ആരുമില്ല, അത് ഭാമയാണ്. അപ്പോൾ ശ്രുതിയും വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടിയിട്ട് പൂമുഖത്തുണ്ട് കേട്ടോ. ഭാമയാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഭാമയാണല്ലോ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്ന ചന്ദ്രമതി പറയാണ്, കിട്ടിയോ, എവിടുന്നാ കിട്ടിയ, ഷെൽഫീന്നോ, അയ്യോ നീ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എന്താ എൻ്റെ ഭാമ നീ ശ്രദ്ധിക്കണ്ടേ, എന്തായാലും കിട്ടിയല്ലോ സമാധാനമായി എന്നൊക്കെ പറയാണ്. അപ്പം അത് ശ്രുതി കൊടുത്ത പൈസയാന്ന് ഭാമയോട് പറയരുതെന്ന് ശ്രുതി ചട്ടം കെട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവരും ചോദിക്കും, എന്താ രവീന്ദ്രൻ ചോദിക്കും, എന്താ ചന്ദ്രൻ എന്താ കിട്ടിയ ഭാമ പറഞ്ഞല്ലോ എന്താ കിട്ടി ചോദിക്കുമ്പോൾ പറയും, രവിയേട്ടാ ഭാമയുടെ കാണാതായ പൈസ തിരിച്ചു കിട്ടി ഇത്രയെന്ന് പറയും. കിട്ടിയോ എവിടെ ചോദിക്കുമ്പോൾ അവിടെ ഒരു ഷെൽഫിലുണ്ടായിരുന്നു ഇത്രേ, അത് ഭാമ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു ഇത്ര, എന്നാ കണ്ടത് എന്നൊക്കെ പറയണം. എന്തായാലും സമാധാനമായി. ഇപ്പോൾ വർഷം ചോദിക്കും,
ഏത് രേവതി ചേച്ചി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ പൈസയോ? അതെ. ഇനിയിപ്പോൾ ആൻറ്റിക്ക് രേവതി ചേച്ചീനെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. രേവതി ചേച്ചീനെ മാത്രമല്ല, രേവതി ചേച്ചിയുടെ കുടുംബത്തിനെ അടക്കം ആൻറ്റി കളിയാക്കിയില്ലേ? അപ്പം ശ്രീകാന്ത് പറയണത് ശരിയാണ് അമ്മ, എന്തൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചു എടുത്തിയുടെ കുടുംബത്തിനെ അടക്കം മോഷ്ടാക്കളുടെ കുടുംബം എന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ശ്രീകാന്തും വർഷയും ഇതിനൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയ്ക്ക്? ഈ പറഞ്ഞത് മുഴുവൻ അമ്മ എവിടെ കൊണ്ട് കളയും? ഈ പാപങ്ങൾ മുഴുവൻ അമ്മ എവിടെ കൊണ്ട് തീർക്കും? എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി രേവതി ചേച്ചീനെ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയണം, അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. ശരി ശ്രുതി മോളെ, നീ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റേ രവീന്ദ്രൻ ചന്ദ്രയുടെ അടുത്ത് വന്നിട്ട് ചെങ്കയാണ്, ചന്ദ്രേ നീ ഇപ്പം പറഞ്ഞല്ലോ രേവതി അവിടെ വന്നു, അതുകൊണ്ട് രേവതിയാണ് പണം എടുത്തതെന്ന് നീ പറഞ്ഞല്ലോ. ഞാനല്ല, അത് ബാമയല്ലേ പറഞ്ഞത്? ബാമയല്ല, ബാമാൻറ്റി അല്ല അച്ഛാ പറഞ്ഞേക്കണേ. ബാമാൻറ്റി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് എന്നോട് പറഞ്ഞത് അമ്മ തന്നെയാണ് അത് പറഞ്ഞത്. എന്നിട്ട് സച്ചി കോപിക്കുകയാണ് അമ്മയ്ക്ക് നേരെ. അപ്പം രവീന്ദ്രൻ പറയണേ, ഞാനൊരു കാര്യം പറയാൻ പോവാണ് മോളെ ശ്രുതി, നീ അച്ഛനോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പറയണ, ചന്ദ്രേ ഇപ്പം നീ പറഞ്ഞല്ലോ രേവതി അവിടെ വന്നതുകൊണ്ട് രേവതി എടുത്തെന്ന് സംശയിച്ചു എന്ന്. നിൻ്റെ പണക്കാരി മരുമോള് ശ്രുതി അവിടെ ഭക്ഷണം തരാൻ വേണ്ടി അവിടെ വരാറില്ലേ? അപ്പം എന്തുകൊണ്ട് നീ അവളെടുത്തു എന്ന് സംശയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പത്തം വിടുകയാണ്. അതേ ഷോക്കാണ് ആർക്ക് ഇതെല്ലാം കേട്ട് നിൽക്കണ ശ്രുതിക്കും. വീണ്ടും കറങ്ങി തിരിഞ്ഞ് ബൂമറാങ് ശ്രുതിയുടെ തലയുടെ മുകളിലാണ് വന്ന് നിൽക്കുന്നത്. പക്ഷേ സച്ചിക്ക് ഈ പൈസ ശ്രുതി 3 ലക്ഷം രൂപ സച്ചിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ രവീന്ദ്രൻ പറയേണ്ട, മക്കളെ നിങ്ങൾ മേടിച്ചോ, നിങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ എന്ന് പറയുമ്പോൾ സച്ചി അത് മേടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അത് മേടിക്കുമ്പോഴും സച്ചിയുടെ മനസ്സിലൊരു സംശയത്തിൻ്റെ ലാഞ്ചനയുണ്ട്. അതേ സംശയത്തിൻ്റെ ലാഞ്ചന രേവതിയുടെ മുഖത്തുണ്ട്. പെട്ടെന്ന് എങ്ങനെ ഈ പൈസ വന്നു, പെട്ടെന്ന് ബാമാൻ്റെ വീട്ടിൽ കാണാതെ പൈസ എങ്ങനെ വന്നു, ഇങ്ങനെ ആകെ ആ ഒരു സംശയത്തിലാണ്. എന്തായാലും സച്ചി സത്യം കണ്ടെത്തുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ ശ്രുതിക്ക് നേരെ രവീന്ദ്രൻ വിരൽ ചൂണ്ടിയപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് ചന്ദ്രമതി, അതേസമയം പരിഭ്രമിച്ച് നിൽക്കുകയാണ് ശ്രുതി. അങ്ങനെ ആർക്കും എന്തു സംഭവിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ, ആ ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സിൽ, സത്യങ്ങൾ പുറത്തു വരാവുന്ന ആ ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരോട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസുകളായി രേഖപ്പെടുത്തിക്കോളൂ. ഇതുവരെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി. താങ്ക്